everyone. In this video, നമ്മൾ ICAI September 25 എക്സാമിനേഷന് മുന്നേ നിങ്ങൾക്ക് ഓൾറെഡി ഉള്ള എക്സംഷൻസിനെ പെർമനന്റ് എക്സംഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ടൈം ഫ്രെയിം എന്താണെന്ന് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് നോക്കാം. Okay, so as you can see, permanent exemption window for September 2025 examinations ഇന്ററിൻ്റെതാണെങ്കിലും ഫൈനലിൻ്റെതാണെങ്കിലും ജൂലൈ 5 മുതൽ ജൂലൈ 24 വരെയാണ്. അതായത് നമ്മളുടെ റിസൾട്ട്സ് വരാൻ പോവാണ് അല്ലേ. മെയ് 25 എക്സാമിനേഷൻസ് എഴുതിയ ആളുകളുടെ റിസൾട്ട്സ് വരാൻ വേണ്ടി പോവാണ്. സോ ഈ റിസൾട്ട് വരുന്നതിനോടനുബന്ധിച്ചുള്ള ഈ ഒരു ടൈം ഫ്രെയിം ഏകദേശം ഈ ഒരു ടൈമിനുള്ളിൽ തന്നെ ആയിരിക്കും റിസൾട്ട്സും വരുന്നുണ്ടാവുക. സോ അത് വന്നാൽ ഉടനെ നിങ്ങൾ എടുക്കുന്ന ഡിസിഷൻ എന്താണ്? ഈ ഒരു ടൈം പീരീഡിനുള്ളിൽ നിങ്ങൾ SSB പോർട്ടലിൽ ജോയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ ലാപ്സ് ആയ ഓൾറെഡി നിങ്ങൾ 3 അറ്റംപ്റ്റ് എഴുതി കഴിഞ്ഞു അങ്ങനെയുള്ള എക്സംഷൻസ് അവിടെ വെയിറ്റിംഗ് ആയിരിക്കും. എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഫോർ യുവർ ഡിസിഷൻ. ആ ഒരു പീരീഡിൽ ആ എക്സംഷന് വേണമെങ്കിൽ നിങ്ങൾക്ക് പെർമനന്റ് എക്സംഷൻ ആക്കാം, അല്ലെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നാൽ ഈ ഒരു ഡേറ്റ് കഴിയുമ്പോൾ ജൂലൈ 24 കഴിയുമ്പോൾ ആ എക്സംഷൻസ് ലാപ്സ് ആയി പോകുന്നുണ്ടായിരിക്കും. സോ ഏത് അറ്റംപ്റ്റിൽ കിട്ടിയ എക്സംഷൻ ആണ് നിങ്ങൾക്ക് ഇപ്പോൾ ലാപ്സ് ആകാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. സോ ഫസ്റ്റ് നമുക്ക് CA ഇൻ്റർമീഡിയറ്റിൻ്റെ കേസ് എടുക്കാം. CA ഇൻ്റർമീഡിയറ്റിന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആസ് യു ഓൾ നോ നമുക്കിപ്പോൾ 3 എക്സാമിനേഷൻസ് ആണ് ഇയർലി കണ്ടക്ട് ചെയ്യുന്നുള്ളത്. സോ CA ഇൻ്റർമീഡിയറ്റിന് നിങ്ങൾ എക്സംഷൻ കിട്ടിയ അറ്റംപ്റ്റ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ നിങ്ങൾ മെയ് 2024 എക്സാം എഴുതി യു ഗോട്ട് എക്സംഷൻ. ഇനി സെപ്റ്റംബർ 24 നിങ്ങൾ അടുത്ത അറ്റംപ്റ്റ് എഴുതിയപ്പോൾ നിങ്ങളത് ഒരു തവണ യൂട്ടിലൈസ് ചെയ്തു. ഇനി ദെൻ നിങ്ങൾ എക്സാം എഴുതുന്നത് Jan 25 അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എക്സംഷൻ സെക്കൻഡ് ടൈം യൂസ് ചെയ്തു. ദെൻ ആഫ്റ്റർ നിങ്ങൾ എക്സാം എഴുതിയത് മെയ് 25 അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ എക്സംഷൻ തേർഡ് ടൈം യൂസ് ചെയ്തു. ഇപ്പോൾ നൗ യു ആർ വെയിറ്റിംഗ് റിസൾട്ട്സ് ആണ് അല്ലേ, യു ആർ അവൈറ്റിംഗ് റിസൾട്ട്സ്. ഈ ഒരു ക്രൈറ്റീരിയയിലാണ് നിങ്ങൾ ഇരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഇടയ്ക്ക് നിങ്ങളുടെ റിസൾട്ട്സ് വരാൻ പോകുന്ന ഒരു ടൈം ഫ്രെയിം തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ജൂലൈ 5 തൊട്ടിട്ട് ജൂലൈ 24 വരെ നിങ്ങൾക്ക് ടൈം തന്നിട്ടുണ്ട്. ഈ സമയത്ത് നിങ്ങൾ SSB പോർട്ടലിൽ കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ എക്സംഷൻ അത് പേപ്പർ 1 ആണോ 2 ആണോ ബൂത്ത് ആണോ വട്ടവർ ഇറ്റ് ഈസ് അത് ഇവിടെ ലിസ്റ്റഡ് ആയിരിക്കും. നിങ്ങൾക്ക് 2 കാര്യങ്ങൾ ചെയ്യാം. ഒന്നെങ്കിൽ ഒന്നും ചെയ്യാതെ ഇരിക്കാം, അപ്പോൾ നിങ്ങളുടെ എക്സംഷൻ ലാപ്സ് ആയി പോകും. 3 അറ്റംപ്റ്റ് കഴിയുമ്പോൾ എക്സംഷൻ ലാപ്സ് ആകും. ഈ അറ്റംപ്റ്റുകൾ നിങ്ങൾ എഴുതിയിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി 3 അറ്റംപ്റ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സാം നടത്തിയാൽ എക്സംഷൻ കഴിയും കേട്ടോ. നിങ്ങൾ എഴുതണം നിർബന്ധമൊന്നുമില്ല. ഞാൻ ജാനുവരി 25 എക്സാം എഴുതിയില്ല അതുകൊണ്ട് എനിക്ക് ഒരു അറ്റംപ്റ്റ് കൂടെ കിട്ടുമെന്ന് വിചാരിക്കില്ലേ, അങ്ങനെ ഒരു തെറ്റിദ്ധാരണ പാടില്ല. സോ 3 അറ്റംപ്റ്റ് ഓൾറെഡി ഈ മെയ് 25 കൂടി നിങ്ങൾക്ക് കഴിഞ്ഞു. ഇൻ കേസ് നിങ്ങൾക്ക് മെയ് 24 കിട്ടിയ എക്സംഷൻ ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ ഒന്നെങ്കിൽ ഈ ഒരു ടൈം ഫ്രെയിമിൽ ഒന്നും ചെയ്യാതിരുന്നാൽ എക്സംഷൻ അവിടെ ലാപ്സ് ആയി പോകും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഓപ്ഷൻ ഉള്ളത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പെർമനൻറ്റ് എക്സംഷൻ ആയിട്ട് ഈ എക്സംഷനെ കൺവേർട്ട് ചെയ്യാം. അങ്ങനെ പെർമനൻറ്റ് എക്സംഷൻ ആയിക്കഴിഞ്ഞാൽ പിന്നെ എന്താ സംഭവിക്കുക, നിങ്ങൾക്ക് ഇപ്പോൾ പേപ്പർ 1 നിങ്ങൾക്ക് പെർമനൻറ്റ് എക്സംഷൻ നിങ്ങൾ എടുത്തേക്കുന്നത് വിചാരിച്ചോ, പേപ്പർ 2 പേപ്പർ 3 ഇനി അടുത്ത തവണ ഇൻ കേസ് നിങ്ങൾക്ക് എഴുതേണ്ടി വരും. റിസൾട്ട് വന്നു കഴിയുമ്പോഴായിരിക്കും നിങ്ങൾ ഡിസിഷൻ എടുക്കുക. എഴുതേണ്ടി വരുവാണെങ്കിൽ ഇതിന് 2 നിങ്ങൾ 50 എബോവ് മാർക്സ് നിർബന്ധമായിട്ട് സ്കോർ ചെയ്തിട്ടുണ്ടാവണം, എന്നാലേ നിങ്ങൾ ഗ്രൂപ്പ് പാസ്സാവത്തുള്ളൂ. ഇനി സെക്കൻഡ് ഗ്രൂപ്പിലാണെങ്കിൽ പേപ്പർ 4 പേപ്പർ 5 എന്തിനാണോ നിങ്ങൾക്ക് എക്സംഷൻ ഉള്ളത് അതിനെ നിങ്ങൾ പെർമനന്റ് എക്സംഷൻ ആക്കി കഴിഞ്ഞാൽ മിച്ചമുള്ള 2 പേപ്പറിനും നിങ്ങൾക്ക് 50 എബോവ് സ്കോർ ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ആ ഗ്രൂപ്പ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റത്തുള്ളൂ. ഓക്കെ, ഇനി CA ഫൈനൽ കുട്ടികളാണെങ്കിലോ, CA ഫൈനൽ എഴുതുന്ന കുട്ടികളെ സംബന്ധിച്ച് ഇപ്പം നിങ്ങൾ നവംബർ 23 നിങ്ങൾക്ക് പേപ്പർ എഴുതി എക്സംഷൻ കിട്ടിയെന്ന് വിചാരിച്ചോ. ദെൻ ആഫ്റ്റർ നിങ്ങൾ എക്സാം എഴുതിയിട്ടുണ്ടാവുക മെയ് 24 അപ്പോൾ നിങ്ങൾ ആ എക്സംഷൻ ഒരു തവണ യൂട്ടിലൈസ് ചെയ്തു. ദെൻ നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത് നവംബർ 24 നിങ്ങൾ രണ്ടാമത്തെ തവണ എക്സംഷൻ യൂട്ടിലൈസ് ചെയ്തു. ദെൻ ആഫ്റ്റർ നിങ്ങൾ എക്സാം എഴുതിയിട്ടുള്ളത് മെയ് 25 നിങ്ങൾ തേർഡ് ടൈം അത് യൂസ് ചെയ്തു. യു ആർ ഓൾസോ ഇൻ ആൻ റിസൾട്ട് വെയിറ്റിംഗ് പീരീഡ്. നിങ്ങൾക്കും 2 ഓപ്ഷൻ ഇതുപോലെ തന്നെ, ഒന്നെങ്കിൽ ഒന്നും ചെയ്യാതിരിക്കാം എക്സംഷൻ ലാപ്സ് ആയി പോകും, അല്ലെങ്കിൽ പെർമനന്റ് എക്സംഷൻ ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റും. മേക്ക് ഷുവർ ബാക്കി 2 പേപ്പറിനും നിങ്ങൾ എബോവ് 50 സ്കോർ ചെയ്തിട്ടുണ്ടാവണം ഗ്രൂപ്പ് പാസ്സാവണം എന്നുണ്ടെങ്കിൽ. അപ്പം ഇനി പെർമനന്റ് എക്സംഷൻ എടുത്താലുള്ളൊരു പ്രശ്നം ഇതാണെന്ന് ഞാൻ പറഞ്ഞു. ബാക്കി 2 പേപ്പറിൻ്റെയും കൂടെ ടഫ്നെസ് നോക്കിയിട്ട് വേണം നിങ്ങൾ ഡിസിഷൻ എടുക്കാൻ വേണ്ടി. ഇനി ഒന്നും എടുത്തില്ലെങ്കിലോ, നിങ്ങൾക്കിപ്പം നിങ്ങളുടെ എക്സംഷൻ ഇവിടെ കൊണ്ട് ലാപ്സ് ആയി എന്ന് വിചാരിച്ചു. ഈ എക്സാമിന് ഈ ഒരു ടൈം ഫ്രെയിമിൽ നിങ്ങളൊന്നും ചെയ്തില്ല, നിങ്ങളുടെ എക്സംഷൻ ലാപ്സ് ആയി. അടുത്ത തവണ ഓൾറെഡി നിങ്ങൾക്ക് എക്സംഷൻ കിട്ടിയ പേപ്പർ 1 ആണെന്ന് വിചാരിച്ചു. പേപ്പർ 1 നിങ്ങൾ ഒന്നും കൂടി എഴുതുന്നു, അവിടെ നിങ്ങൾക്ക് 70 കിട്ടിയെന്ന് വിചാരിച്ചു. പേപ്പർ 2 നിങ്ങൾക്ക് 40 പേപ്പർ 3 നിങ്ങൾക്ക് 40 കിട്ടിയതെങ്കിലും നിങ്ങൾ എന്താകും, ഗ്രൂപ്പ് പാസ്സാകും. പക്ഷേ നിങ്ങളിവിടെ പെർമനൻറ്റ് എക്സംഷൻ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ
50 പോലെ ആയി പോകും. ഇവിടെ രണ്ടിടത്തും നിങ്ങൾക്ക് 50 എബോവ് പാസ്സായാൽ മാത്രമേ കിട്ടിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യുള്ളൂ, ഈ ഗ്രൂപ്പ് പാസ്സാവത്തുള്ളൂ. അതാണ് അതിലുള്ള ഡിഫറൻസ്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ചെയ്യണം. ഓൾറെഡി എക്സംഷൻ ഉള്ള പേപ്പർ അതിന് 70 അല്ലെങ്കിൽ 65 പ്ലസ് ഒക്കെ സ്കോർ ചെയ്യാൻ നിങ്ങൾക്ക് ഈസിലി ഇനിയും പറ്റും. ഓൾറെഡി നിങ്ങൾ 2-3 അറ്റംപ്റ്റ് എഴുതിയിട്ടില്ല എക്സാം, ബട്ട് സ്റ്റിൽ അത് പോസിബിൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ പെർമനന്റ് എക്സംഷന് പോകണ്ട. ആ പേപ്പർ നിങ്ങളുടെ ഈസി പേപ്പറാണ്, അതിന് പിന്നെയും മാക്സിമം സ്കോർ ചെയ്യാൻ നോക്കുക. ബാക്കിയുള്ള പേപ്പറിന് പാസ്സാവാനുള്ള മാർക്ക് സ്കോർ ചെയ്യാനുള്ളത് നോക്കുക, ബാക്കി പേപ്പർ ടഫാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ. ഇനി അതല്ല, ഓൾറെഡി എക്സംഷൻ കിട്ടിയ പേപ്പർ വിട്ട് കഴിഞ്ഞാൽ അതിനും കിട്ടാൻ പോകുന്നില്ല എന്നാണെന്നുണ്ടെങ്കിൽ ബെറ്റർ എന്താ, പെർമനന്റ് എക്സംഷന് വേണ്ടി അപ്ലൈ ചെയ്യുക. ബാക്കി 2 പേപ്പർ ഇച്ചിരിയും കൂടെ അതിൻ്റെയും കൂടെ ടൈം യൂട്ടിലൈസ് ചെയ്ത് വൃത്തിയായിട്ട് പഠിച്ചിട്ട് 2നും 50 എബോവ് സ്കോർ ചെയ്യുന്ന രീതിയിൽ തന്നെ പ്രിപ്പയർ ചെയ്യുക. അതായിരിക്കും ഡിസിഷൻ. സോ നിങ്ങൾക്ക് May 24 CA ഇന്റർ എക്സാമിനേഷൻസും November 23 കിട്ടിയ CA ഫൈനൽ എക്സാമിനേഷനും ഉള്ള എക്സംഷൻ ആണെങ്കിലാണ് ഈ അറ്റംപ്റ്റിൽ നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത്. അതിനുശേഷം കിട്ടിയതാണെന്നുണ്ടെങ്കിൽ അടുത്ത വരാൻ പോകുന്ന അറ്റംപ്റ്റിലായിരിക്കും നിങ്ങൾ ഈ ഡിസിഷൻസ് എടുക്കേണ്ടത്. സോ നിങ്ങൾക്ക് ഏത് അറ്റംപ്റ്റിലാണ് എക്സംഷൻ കിട്ടിയെന്നുള്ളത് ചെക്ക് ചെയ്യുക. ഡിസിഷൻ എടുക്കേണ്ടവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ അതിനുവേണ്ടി എന്താ ചെയ്യേണ്ടതെന്നുള്ളത് പ്ലാൻ ചെയ്ത് വെച്ചു. 2 സിനാറിയോ. ഇനി പെർമനന്റ് എക്സംഷൻ എടുക്കുന്നവർ ശ്രദ്ധിക്കേണ്ട കുറച്ച് പോയിന്റ്സ് ഉണ്ട്. അതായത് നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഗ്രൂപ്പിൽ ഒരു സബ്ജക്റ്റിന് പെർമനന്റ് എക്സംഷൻ നിങ്ങൾ എടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ അടുത്ത അറ്റംപ്റ്റിൽ അതിന് അടുത്ത പേപ്പറിന് 60+ ഒക്കെ സ്കോർ ചെയ്ത് ഒരു പെർമനന്റ് എക്സംഷനും കൂടെ അത് നടക്കുമോ? ഇല്ല. ഓൾറെഡി ഒരു എക്സംഷൻ ഉണ്ടെങ്കിൽ അടുത്ത പേപ്പറിന് കിട്ടത്തില്ല. ഇനി നിങ്ങൾ May 24 CA കുട്ടികളാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സാം എഴുതിയപ്പോൾ നിങ്ങൾക്ക് 2 പേപ്പറിന് 60 എബോവ് കിട്ടി, നിങ്ങൾക്ക് എക്സംഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെർമനന്റ് എക്സംഷൻ ആയിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇപ്പോഴാണല്ലോ നിങ്ങൾ ഡിസിഷൻ എടുക്കേണ്ടത്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 2 പേപ്പറും എന്ത് ചെയ്യാം, പെർമനന്റ് എക്സംഷനിലേക്ക് കൊണ്ടുപോകാം, അല്ലെങ്കിൽ 2 ലാബ്സ് കിട്ടുമെന്ന് വിചാരിക്കണം. അല്ലാതെ ഒന്ന് പെർമനന്റ് മറ്റേത് ലാബ്സ്, അങ്ങനെ ഒരു സംഭവമില്ല. ഇനി ഒരു തവണ മാത്രമായിരിക്കും നിങ്ങൾക്ക് ഈ പെർമനന്റ് എക്സംഷനുള്ള ഓപ്ഷൻ കിട്ടുക. അപ്പോൾ ഈ ടൈം ഫ്രെയിമിനുള്ളിൽ തന്നെ ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു എക്സ്റ്റെൻഡഡ് പീരീഡോ കാര്യങ്ങളോ വിത്ത് ലേറ്റ് ഫീസസോ അങ്ങനെ ഓപ്ഷൻസോ കറക്ഷൻ വിൻഡോസോ അതൊന്നും ഇതിന് ആപ്ലിക്കബിൾ അല്ല. അപ്പോൾ ആ കാര്യം അതൊന്ന് ശ്രദ്ധിച്ചോണം. അത്രേ ഉള്ളൂ. സോ അതൊരു ബ്ലൈൻഡ് ഡിസിഷൻ ആവാതെ മാക്സിമം ചിന്തിച്ച് നിങ്ങളുടെ ഓരോ പേപ്പറിൻ്റെയും ഗ്രിപ്പ് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് തന്നെ ഡിസിഷൻ എടുക്കുക. ഓക്കെ, ഓൾ ദി ബെസ്റ്റ് ഫോർ റിസൾട്ട്സ്.